അതായത് എക്സാം പോയിന്റ് ഓഫ് വ്യൂ വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ് ആയിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ ഡിസ്കസ് ചെയ്തത്. പഠിക്കാൻ വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള ടോപ്പിക്സ് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ ഓൺലൈനേഴ്സ് ആയിട്ട് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് വൈസ് ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞിരുന്നു അല്ലെ, അല്ലെങ്കിൽ അങ്ങനെ ഒരു ആവശ്യത്തിന് ഉള്ള റിപ്ലൈ എന്നുള്ള രീതിയിലാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഇനിയും പോയിന്റ്സ് കളയാനില്ല, എല്ലാം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ് തന്നെയാണ്. വെൽക്കം ടു എജ്യൂസ് അക്കാഡമി. എജ്യൂസ് അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഓൺലൈനേഴ്സ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പഠിക്കുമായിരുന്നു അല്ലെ, അതായത് എക്സാം പോയിന്റ് ഓഫ് വ്യൂ വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ് ആയിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ ഡിസ്കസ് ചെയ്തത്. സോ ഇന്നും ആക്ച്വലി അതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ടുള്ള ഒരു ക്ലാസ് തന്നെയാണ്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു അല്ലെ, നിങ്ങൾക്ക് ഇമ്പോർട്ടന്റ് ആണ് എന്ന് തോന്നുന്നത്, അതേസമയം പഠിക്കാൻ വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള ടോപ്പിക്സ് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ ഓൺലൈനേഴ്സ് ആയിട്ട് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് വൈസ് ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞിരുന്നു അല്ലെ. സോ ആക്ച്വലി കഴിഞ്ഞ വീഡിയോയിൽ ഏറ്റവും കൂടുതൽ സ്റ്റുഡൻസ് ചോദിച്ചിരുന്ന ഏതായിരുന്നു? ഹെൽത്ത് കമ്മിറ്റീസ് അല്ലെ. ഹെൽത്ത് കമ്മിറ്റീസ് എന്ന ടോപ്പിക് ആയിരുന്നു എല്ലാ സ്റ്റുഡൻസും ചോദിച്ചിരുന്നത്. അപ്പൊ ആക്ച്വലി കമന്റിന് അല്ലെങ്കിൽ അങ്ങനെ ഒരു ആവശ്യത്തിന് ഉള്ള റിപ്ലൈ എന്നുള്ള രീതിയിലാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഹെൽത്ത് കമ്മിറ്റീസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആക്ച്വലി ഓരോ കമ്മിറ്റി എടുത്തു കഴിഞ്ഞാലും അത് ഡെപ്തിൽ ഒത്തിരി കാര്യങ്ങൾ പഠിക്കാനുണ്ടാവും. നമ്മളിവിടെ ചെയ്യുന്നത് എക്സാം പോയിന്റ് ഓഫ് വ്യൂ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ്, അതായത് ഏതൊക്കെ രീതിയിൽ ക്വസ്റ്റ്യൻസ് ചോദിക്കാം എന്നുള്ള രീതിയിൽ അനലൈസ് ചെയ്തിട്ട് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ് മാത്രമാണ് നമ്മൾ ഡിസ്കസ് ചെയ്ത് പോവാം അല്ലെ. അപ്പൊ നമ്മൾ ആദ്യത്തെ ഹെൽത്ത് കമ്മിറ്റി എന്ന് പറയുന്നത് നമുക്ക് എപ്പോഴും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ബോർ കമ്മിറ്റി അല്ലെ. ബോർ കമ്മിറ്റിയെ കുറിച്ചാണ് പറയുക. അപ്പം ഈ ബോർ കമ്മിറ്റിയെ അപ്പോയിന്റ് ചെയ്തത് അല്ലെങ്കിൽ ബോർ കമ്മിറ്റി എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് 1943 കേട്ടോ. 1943 ബോർ കമ്മിറ്റി എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടുക. അത് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുന്നത് 1946 ആണ്. അപ്പം ഈ രണ്ട് ഇയറും തമ്മിൽ മാറിപ്പോകരുത്. റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുന്നത് 1946 എന്ന് ഓർക്കുക. നെക്സ്റ്റ് അതിന്റെ വേറൊരു പേര് എന്താണ്? ഹെൽത്ത് സർവേ ആൻഡ് ഡെവലപ്മെന്റ് കമ്മിറ്റി കേട്ടോ. ഹെൽത്ത് സർവേ ആൻഡ് ഡെവലപ്മെന്റ് കമ്മിറ്റി എന്നുള്ളതാണ് ബോർ കമ്മിറ്റിയുടെ വേറെ ഒരു പേരായിട്ട് പറയുക. അപ്പൊ ഇതിന്റെ ഫംഗ്ഷൻ എന്തായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെക്കമെൻഡഡ് ഇന്റഗ്രേഷൻ ഓഫ് പ്രിവെന്റീവ് ആൻഡ് ക്യൂറേറ്റീവ് സർവീസസ് അറ്റ് ഓൾ ലെവൽ, അതായത് എല്ലാ ലെവലിലും പ്രൈമറി, സെക്കൻഡറി, ടെർഷ്യറി അങ്ങനെയുള്ള എല്ലാ ലെവലിലും എന്തൊക്കെയാണ് പ്രിവെന്റീവ് കെയർ, അതായത് ഡിസീസിനെ പ്രിവെന്റ് ചെയ്യുക, അതുകൂടാതെ തന്നെ ക്യൂർ ചെയ്യുക എന്നുള്ള ആസ്പെക്ട് ഇന്റഗ്രേറ്റ് ചെയ്ത്, അതായത് ജസ്റ്റ് പ്രിവെന്റീവ് ആസ്പെക്ട് മാത്രമല്ല അല്ലെങ്കിൽ ക്യൂറേറ്റീവ് ആസ്പെക്ട് മാത്രമല്ല, പകരം പ്രിവെന്റീവ് വേണം, അതോടൊപ്പം തന്നെ ക്യൂറേറ്റീവ് സർവീസസും എല്ലാ ലെവൽസിലും ഇംപ്ലിമെന്റ് ചെയ്യണം എന്ന് റെക്കമെൻഡ് ചെയ്ത കമ്മിറ്റിയാണ് ബോർ കമ്മിറ്റി. മനസ്സിലായി? അതായത് ഈ പ്രിവെന്റീവ് കെയറും കൂടാതെ ക്യൂറേറ്റീവ് സർവീസും രണ്ടും ഇന്റഗ്രേറ്റ് ചെയ്യണം, രണ്ടും ഒരുമിച്ച് തന്നെ എല്ലാ സെന്റേഴ്സിലും എല്ലാ ലെവൽസ് ഓഫ് ഹെൽത്ത് കെയറിലും ഇംപ്ലിമെന്റ് ചെയ്യണം എന്ന് റെക്കമെൻഡ് ചെയ്ത കമ്മിറ്റി ആയിരുന്നു ബോർ കമ്മിറ്റി കേട്ടോ. കൂടാതെ പ്രപ്പോസ്ഡ് 3 ടയർ ഹെൽത്ത് കെയർ സിസ്റ്റം, നമ്മൾ സാധാരണ ഫോളോ ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഫോളോ ചെയ്യുന്ന ഹെൽത്ത് കെയർ സിസ്റ്റം ഒരു 3 ടയർ ഹെൽത്ത് കെയർ സിസ്റ്റം ആണ് അല്ലെ. അതായത് പ്രൈമറി, സെക്കൻഡറി, ടെർഷ്യറി ഹെൽത്ത് കെയർ സിസ്റ്റം പ്രപ്പോസ് ചെയ്തതും ബോർ കമ്മിറ്റി ആയിരുന്നു. ആ രീതിയിൽ തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഹെൽത്ത് കമ്മിറ്റി ആയിരുന്നു ബോർ കമ്മിറ്റി എന്നുള്ളത് ഓർക്കുക. കൂടാതെ റെക്കമെൻഡഡ് PHC ഫോർ 40,000 പോപ്പുലേഷൻ, അതായത് ഒരു PHC പ്രൈമറി ഹെൽത്ത് സെന്ററിന് 40,000 പോപ്പുലേഷനെ കവർ ചെയ്യണം എന്നുള്ള റെക്കമെൻഡേഷൻ നൽകിയത് ബോർ കമ്മിറ്റി ആയിരുന്നു. ഇപ്പൊ നമുക്കറിയാം അല്ലെ, ഇപ്പൊ നമ്മുടെ PHC കവർ ചെയ്യുന്ന പോപ്പുലേഷൻ എത്രയാണ്? 20,000 to 30,000 അല്ലെ. 20,000 മുതൽ 30,000 പോപ്പുലേഷനെയാണ് നമ്മുടെ പ്രൈമറി ഹെൽത്ത് സെന്റർ ഇപ്പോൾ കവർ ചെയ്യുക. സബ് സെന്റർ ആണെങ്കിലോ 3,000 to 5,000 പോപ്പുലേഷനെ കവർ ചെയ്യുന്നു. അതേസമയം കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ ആണെങ്കിലോ 80,000 to 1.2 lakh അല്ലെ പോപ്പുലേഷൻ കവർ ചെയ്യുന്നു അല്ലെ. അപ്പം ബോർ കമ്മിറ്റി പറഞ്ഞത് ഒരു PHC per 40,000 പോപ്പുലേഷൻ വേണം എന്നുള്ളതായിരുന്നു ബോർ കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻ. കൂടാതെ പ്രപ്പോസ്ഡ് ക്രിയേഷൻ ഓഫ് സോഷ്യൽ ഫിസിഷ്യൻസ് കേട്ടോ. സോഷ്യൽ ഫിസിഷ്യൻസിന്റെ പോസ്റ്റ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ള റെക്കമെൻഡേഷനും ബോർ കമ്മിറ്റി കൊടുത്തിരുന്നു. അപ്പൊ ഇതാണ് ബോർ കമ്മിറ്റിയെ കുറിച്ച് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ് നമുക്ക് പറയാനായിട്ടുള്ളത്. നെക്സ്റ്റ് മുതലേർ കമ്മിറ്റിയാണ്. മുതലേർ കമ്മിറ്റി എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് 1959 കേട്ടോ. 1959 മുതലേർ കമ്മിറ്റി എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടുക. റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തത് 1962 കേട്ടോ. 1962 മുതലേർ കമ്മിറ്റി റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തത്. ഇതിന്റെ വേറൊരു പേര് പറയുന്നത് ഹെൽത്ത് സർവേ ആൻഡ് പ്ലാനിംഗ് കമ്മിറ്റി കേട്ടോ. മാറിപ്പോകരുത്. നമ്മൾ ബോർ കമ്മിറ്റിയിൽ പഠിച്ചത് ഹെൽത്ത് സർവേ ആൻഡ് ഡെവലപ്മെന്റ് കമ്മിറ്റിയാണ്. ഡെവലപ്മെന്റ് ഇവിടെ ആണെങ്കിലോ ഹെൽത്ത് സർവേ ആൻഡ് പ്ലാനിംഗ് കമ്മിറ്റിയാണ് ഇതാ മുതലിയാർ കമ്മിറ്റി എന്ന് പറയുന്നത്. ഇവിടെയും സജസ്റ്റഡ് 1 PHC per 40,000 പോപ്പുലേഷൻ, 40,000 പോപ്പുലേഷന് ഒരു PHC സജസ്റ്റ് ചെയ്തിരുന്നു മുതലിയാർ കമ്മിറ്റി. കൂടാതെ മുതലിയാർ കമ്മിറ്റി റെക്കമെൻഡഡ് സ്ട്രെങ്തനിങ് ഓഫ് ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽസ്, ജില്ലാ തലത്തിലുള്ള ആശുപത്രികളെ കൂടുതൽ സ്ട്രെങ്തൻ ചെയ്യണം എന്ന് റെക്കമെൻഡ് ചെയ്ത കമ്മിറ്റി ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? മുതലിയാർ കമ്മിറ്റിയാണ് എന്ന് ഓർക്കുക. നെക്സ്റ്റ് നമ്മൾ പറയുന്നത്
ഛദ്ദ കമ്മിറ്റി കേട്ടോ. ഛദ്ദ കമ്മിറ്റി ഇയർ വരുന്നത് 1963, 1963 ഛദ്ദ കമ്മിറ്റി ഫോം ചെയ്യുക. എന്താ ചെയ്തത്? സെറ്റപ്പ് ഫോർ നാഷണൽ മലേറിയ ഇറാഡിക്കേഷൻ പ്രോഗ്രാം റിവ്യൂ. ആക്ച്വലി നമ്മുടെ മലേറിയ ഇറാഡിക്കേഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് വരുന്ന കമ്മിറ്റി ഇതാണ്, ഛദ്ദ കമ്മിറ്റിയാണ്. റെക്കമെൻഡഡ് ഇന്റഗ്രേഷൻ ഓഫ് മലേറിയ വർക്ക് വിത്ത് ജനറൽ ഹെൽത്ത് സർവീസസ്. അതായത് നമ്മുടെ ജനറൽ ഹെൽത്ത് സർവീസസിന്റെ കൂടെ മലേറിയ വർക്ക് കൂടെ ഇന്റഗ്രേറ്റ് ചെയ്യണം അല്ലെങ്കിൽ ഏകോപിപ്പിക്കണം എന്ന് പറഞ്ഞ കമ്മിറ്റിയാണ് ഛദ്ദ കമ്മിറ്റി. കൂടാതെ ഇൻട്രൊഡ്യൂസ് ദ കൺസെപ്റ്റ് ഓഫ് മൾട്ടി പർപ്പസ് ഹെൽത്ത് വർക്കർ. ഇമ്പോർട്ടന്റ് ആണ്. മൾട്ടി പർപ്പസ് ഹെൽത്ത് വർക്കർ എന്ന കൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്ത കമ്മിറ്റി ഏതാണ്? ഛദ്ദ കമ്മിറ്റി. മൾട്ടി പർപ്പസ് ഹെൽത്ത് വർക്കറിന്റെ കൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്ത കമ്മിറ്റി ഏതാണ്? ഛദ്ദ കമ്മിറ്റി ആണെന്ന് ഓർക്കുക. ഈച്ച് വർക്കർ, അതായത് ഈച്ച് മൾട്ടി പർപ്പസ് ഹെൽത്ത് വർക്കർ ടു കവർ 10,000 പോപ്പുലേഷൻ. ഓരോ മൾട്ടിപർപ്പസ് ഹെൽത്ത് വർക്കറും 10,000 പോപ്പുലേഷനെ കവർ ചെയ്യണം എന്നും ഛദ്ദ കമ്മിറ്റി റെക്കമെൻഡ് ചെയ്തിരുന്നു. നെക്സ്റ്റ് നമ്മൾ മുഖർജി കമ്മിറ്റിയെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ആക്ച്വലി മുഖർജിയെ കുറിച്ച് പറയുമ്പോൾ 2 ഇയേഴ്സ് അവിടെ പ്രസക്തമാണ് കേട്ടോ. ഒന്ന് 1965, ഒന്ന് 1966 കേട്ടോ. അപ്പം ഈ 1965 മുഖർജി കമ്മിറ്റി എന്താ പറഞ്ഞത്? ഫോക്കസ്ഡ് ഓൺ ഫാമിലി പ്ലാനിംഗ് പ്രോഗ്രാം കേട്ടോ. ഫാമിലി പ്ലാനിംഗ് പ്രോഗ്രാമിനെ ഫോക്കസ് ചെയ്ത കമ്മിറ്റിയാണ് മുഖർജി കമ്മിറ്റി ഓഫ് 1965. കൂടാതെ ഒപ്പോസ്ഡ് മലേറിയ വർക്കേഴ്സ് ഡൂയിങ് ഫാമിലി പ്ലാനിംഗ് ഡ്യൂട്ടീസ്. ആക്ച്വലി ഫാമിലി പ്ലാനിംഗ് ഡ്യൂട്ടീസ് ആ കാലത്തിൽ ചെയ്തുകൊണ്ടിരുന്ന ആരായിരുന്നു? മലേറിയ വർക്കേഴ്സ് ആയിരുന്നു ഈ ഫാമിലി പ്ലാനിംഗ് ഡ്യൂട്ടീസിന്റെ അധിക ചുമതല വഹിച്ചിരുന്നത്. അപ്പൊ ആക്ച്വലി ഈ 2 ജോലിയും, അതായത് മലേറിയ വർക്കേഴ്സ് ഫാമിലി പ്ലാനിംഗ് ഡ്യൂട്ടീസ് കൂടെ ചെയ്യുന്നത് അത് കാരണം പ്രോപ്പർ ആയിട്ട് വർക്ക് നടക്കുന്നില്ല എന്ന് ഐഡന്റിഫൈ ചെയ്യുകയും ഈ 2 ജോലിയും ഒരേ വർക്കേഴ്സ്, അതായത് മലേറിയ വർക്കേഴ്സ് ഫാമിലി പ്ലാനിംഗ് ഡ്യൂട്ടീസ് കൂടെ ചെയ്യരുത് എന്ന് ഒപ്പോസ് ചെയ്തത് അല്ലെങ്കിൽ ചെയ്യരുത് എന്ന് പറഞ്ഞ കമ്മിറ്റിയാണ് ഈ മുഖർജി കമ്മിറ്റി എന്ന് പറയുന്നത്. കൂടാതെ റെക്കമെൻഡഡ് സെപ്പറേറ്റ് സ്റ്റാഫ് ഫോർ ഫാമിലി പ്ലാനിംഗ്. ഫാമിലി പ്ലാനിംഗ് സർവീസസിന് സെപ്പറേറ്റ് സ്റ്റാഫ് വേണം എന്ന് റെക്കമെൻഡ് ചെയ്ത കമ്മിറ്റിയാണ് മുഖർജി കമ്മിറ്റി ഓഫ് 1965. അതായത് ആ കാലഘട്ടത്തിൽ ഈ ഫാമിലി പ്ലാനിംഗ് ഡ്യൂട്ടീസ് അല്ലെങ്കിൽ ഫാമിലി പ്ലാനിംഗ് വർക്ക് ചെയ്തിരുന്നത് മലേറിയ വർക്കേഴ്സ് ആയിരുന്നു. അത് കാരണം തന്നെ മലേറിയ വർക്കേഴ്സിന്റെ ഡ്യൂട്ടി സഫർ ചെയ്യുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ 2 ഡ്യൂട്ടിയും ഈ ഒരു വ്യക്തികൾ അല്ലെങ്കിൽ ഒരു കാറ്റഗറി ഓഫ് വർക്കേഴ്സിൽ നിന്ന് ഈ 2 ജോലിയും സെപ്പറേറ്റ് ചെയ്യുക, ഓരോ കാറ്റഗറിക്കാരെ ഏൽപ്പിക്കുക എന്ന് റെക്കമെൻഡ് ചെയ്ത കമ്മിറ്റിയാണ് മുഖർജി കമ്മിറ്റി ഓഫ് 1965. നെക്സ്റ്റ് 1966, 1966 മുഖർജി കമ്മിറ്റി എന്താ പറഞ്ഞത്? ഇൻട്രൊഡ്യൂസ്ഡ് ബേസിക് ഹെൽത്ത് സർവീസ് കേട്ടോ. ബേസിക് ഹെൽത്ത് സർവീസ് എന്ന ആശയം ഇൻട്രൊഡ്യൂസ് ചെയ്തത് മുഖർജി കമ്മിറ്റി ഓഫ് 1966 ആണ്. കൂടാതെ സജസ്റ്റഡ് 1 മെയിൽ ആൻഡ് 1 ഫീമെയിൽ ഹെൽത്ത് വർക്കർ പെർ സബ് സെന്റർ. ഒരു സബ് സെന്ററിൽ ഒരു മെയിൽ ഹെൽത്ത് വർക്കറും ഒരു ഫീമെയിൽ ഹെൽത്ത് വർക്കറും വേണം എന്ന് സജസ്റ്റ് ചെയ്ത അല്ലെങ്കിൽ റെക്കമെൻഡ് ചെയ്ത കമ്മിറ്റിയാണ് മുഖർജി കമ്മിറ്റി ഓഫ് 1966. നെക്സ്റ്റ് കർത്താർ സിംഗ് കമ്മിറ്റിയാണ്. ഇയർ വരുന്നത് 1973. ഇമ്പോർട്ടന്റ് ആണ്. റെക്കമെൻഡഡ് സ്ട്രെങ്തനിങ് ഓഫ് PHC, അതായത് പ്രൈമറി ഹെൽത്ത് സെന്റേഴ്സ് ഉണ്ട്, അതിനെ സ്ട്രെങ്തൻ ചെയ്യണം എന്ന് റെക്കമെൻഡ് ചെയ്ത കമ്മിറ്റി ആരാണ്? കർത്താർ സിംഗ് കമ്മിറ്റിയാണ്. കൂടാതെ ഇമ്പോർട്ടന്റ് ആണ്, പ്രപ്പോസ്ഡ് മൾട്ടി പർപ്പസ് ഹെൽത്ത് വർക്കർ സ്കീം, അതായത് മൾട്ടി പർപ്പസ് ഹെൽത്ത് വർക്കർ സ്കീമിനെ പ്രപ്പോസ് ചെയ്ത ആരാണ്? കർത്താർ സിംഗ് കമ്മിറ്റിയാണ്. കൂടാതെ സജസ്റ്റഡ് മെയിൽ ആൻഡ് ഫീമെയിൽ ഹെൽത്ത് വർക്കേഴ്സ് പെർ സബ് സെന്റർ, അതായത് ഓരോ സബ് സെന്ററിനും മെയിൽ ഹെൽത്ത് വർക്കറും ഫീമെയിൽ ഹെൽത്ത് വർക്കറും വേണമെന്ന് വീണ്ടും സജസ്റ്റ് ചെയ്തതാണ് കർത്താർ സിംഗ് കമ്മിറ്റി. കൂടാതെ ഡിഫൈൻഡ് സബ് സെന്റർ പോപ്പുലേഷൻ 3,000 to 5,000, അതായത് സബ് സെന്റർ ഓരോ സബ് സെന്ററും 3,000 മുതൽ 5,000 വരെ പോപ്പുലേഷനെ കവർ ചെയ്യണം എന്നും ഡിഫൈൻ ചെയ്തു അല്ലെങ്കിൽ റെക്കമെൻഡ് ചെയ്ത കമ്മിറ്റിയാണ് കർത്താർ സിംഗ് കമ്മിറ്റി. കൂടാതെ എംഫസൈസ് ടീം അപ്രോച്ച് ടു ഹെൽത്ത് കെയർ ഡെലിവറി. ഹെൽത്ത് കെയർ ഡെലിവറിയിൽ ഒരു ടീം അപ്രോച്ച് വേണം എന്ന് എംഫസൈസ് ചെയ്തത് അല്ലെങ്കിൽ റെക്കമെൻഡ് ചെയ്ത കമ്മിറ്റിയാണ് കർത്താർ സിംഗ് കമ്മിറ്റി ഓഫ് 1973 എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 5 ഹെൽത്ത് കമ്മിറ്റീസിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്. ഇത് എല്ലാ പോയിന്റ്സും ആക്ച്വലി ഇതിൽ ഇനിയും പോയിന്റ്സ് കളയാനില്ല, എല്ലാം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ് തന്നെയാണ്. അപ്പൊ നന്നായിട്ട് പഠിക്കുക. കൂടാതെ ഞാൻ പറയുന്ന പോലെ ഇനി നിങ്ങൾക്ക് ഏതെങ്കിലും ടോപ്പിക്സ് ഇതുപോലെ ഡിസ്കഷൻ വേണം, അതായത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്സ് നിങ്ങൾക്ക് ഡിസ്കഷൻ വേണം, നിങ്ങൾക്ക് പഠിച്ചു തീരാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് ഈ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്തോളൂ. ഞങ്ങൾ ഉറപ്പായിട്ട് അത് കൺസിഡർ ചെയ്യുന്നതും ഇതുപോലെ വീഡിയോസ്, അതായത് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവുന്ന വീഡിയോസ് നിങ്ങൾക്ക് തരുന്നതുമായിരിക്കും. കൂടാതെ ഞങ്ങളുടെ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആണ് എന്ന് അറിയാൻ കഴിയുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. എല്ലാവരും വളരെ നന്നായിട്ട് പഠിക്കുക. നമ്മുടെ എല്ലാവരുടെയും സ്വപ്നമാണല്ലേ ഒരു ഗവൺമെന്റ് ജോലി നേടുക, നമ്മുടെ കുടുംബത്തേക്ക് വളരെ നല്ല രീതിയിൽ നോക്കുക, മാതാപിതാക്കളെ നോക്കുക എന്നൊക്കെ ഉള്ളത് എല്ലാവരുടെയും വളരെ വലിയൊരു ഡ്രീമാണ്. സോ ആ ഡ്രീമിലേക്ക് നമ്മൾ എല്ലാവരും അടുത്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു. അപ്പം നമുക്ക് അടുത്ത ദിവസം വേറൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.